അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് ഇവിടുത്തെ എംപ്ലോയീസിന്റെ കൂടെ ഒക്കെ തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഇവിടുത്തെ ഒരു ടോട്ടൽ വർക്ക് കൾച്ചറിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടുന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇനി ഏത് ഏജൻസിയിൽ പോയാലും എങ്ങനെ പെരുമാറണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഈ എംപ്ലോയീസിനൊക്കെ അവരുടേതായ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഓൾറെഡി ഇൻഡസ്ട്രി എക്സ്പോർട്സ് ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് മെന്ററിംഗ് കാര്യങ്ങളെല്ലാം തരും. പക്ഷെ അവരെ നിങ്ങൾക്ക് ഈ ടാസ്ക് ഒക്കെ അസൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ അതെങ്ങനെയാണ് തരുന്നത്? അവർ ഡയറക്റ്റ് പറഞ്ഞു തരൂ, അതെങ്ങനെയാണ്? ഇവിടെ നമുക്ക് ക്ലിക്കപ്പ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ത്രൂ ആണ് വർക്കൊക്കെ അസൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ. നമ്മൾ രാവിലെ വരുന്നു, നമുക്ക് വൈകുന്നേരം വരെ ചെയ്യാനുള്ള വർക്ക് അതിലുണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പണി തീർക്കുന്നു, അടുത്ത പണി പെട്ടെന്ന് ചെയ്യുന്നു. അപ്പൊ പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോലെ പരിപാടിയൊന്നുമില്ല, അടുത്ത പണി കിട്ടുക. 4:30 മണി വരെയുള്ള വർക്ക് മൊത്തം അതിൽ അസൈൻ ചെയ്തിട്ടുണ്ടാവും, അത് മുഴുവൻ നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പൊ നേരത്തെ കഴിഞ്ഞാൽ പുതിയ പണി ചെയ്യേണ്ടി വരും, പുതിയ കുറെ വർക്ക് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ സംഭവങ്ങളല്ലേ? ഓക്കെ. ഇപ്പൊ ജസീം ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞു, അതും ഈ ഡിസൈനിങ് ഫീൽഡൊക്കെ തന്നെയായിട്ടാണ്. അപ്പം അതായത് ബേസ് ചെയ്ത് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അവർ ഈ പോർട്ട്ഫോളിയോ ഹബിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും ജസീം പറയുക? പോർട്ട്ഫോളിയോ ഹബിലേക്ക് ഒരാൾ വരാൻ റെഡി ആണെങ്കിൽ ഇത്രയധികം പണിയെടുക്കാനും റെഡി ആയിരിക്കണം. വെറുതെ കളിച്ച് ചിരിച്ച് ഫ്രീ ടൈം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ രാവിലെ വരെ വൈകുന്നേരം വരെ പണിയെടുക്കുക, പോവാ, അതേ.